ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള PSC നടത്താൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് നിയമനങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള വിവിധ പദവിയിലേക്ക് ഇരിക്കുന്ന വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടണം. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിലവിൽ നമ്മുടെ കേരളത്തിലെ ഗവർണർ. അപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിലെ ഗവർണർ എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നമ്മുടെ കേരളത്തിലെ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇനി നമ്മുടെ കേരളത്തിലെ നിലവിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിക്കും. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിതിൻ മധുകർ ജംധാർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംധാർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരെന്നും കൂടെ ഇവിടെ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേരാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ സുപ്രീം കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. BR ഗവായി എന്നാണ് ഓപ്ഷനിലൊക്കെ പലപ്പോഴും തരാറുള്ളത്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അപ്പൊ 52ാമതായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തിയാണ് BR ഗവായി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നിലവിലെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് BR ഗവായി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് കേരള സംസ്ഥാനത്തെ നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. കേരള സംസ്ഥാനത്തെ നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് A ഷാജഹാൻ എന്നാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് A ഷാജഹാൻ എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ കേരള സംസ്ഥാനത്തെ നിലവിലെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് A ഷാജഹാൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ, അപ്പൊ ഞാനിവിടെ കേരളം എന്നാണ് പറഞ്ഞത്, എന്നാൽ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജ്ഞാനേഷ് കുമാർ ആണ്. ജ്ഞാനേഷ് കുമാർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ജ്ഞാനേഷ് കുമാർ ആണ്. ഇദ്ദേഹം ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് ആരും ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ജ്ഞാനേഷ് കുമാർ ആണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് A ഷാജഹാൻ ആണ്. ഈ രണ്ട് പേരുകൾ ഓർക്കുക. ഒന്ന് ജ്ഞാനേഷ് കുമാർ, മറ്റൊന്ന് A ഷാജഹാൻ. ഇനി ഇവിടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് നമ്മുടെ കേരളത്തിന്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്ന് ചോദിക്കും. നിലവില് നമ്മുടെ കേരളത്തിന്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ രത്തൻ യു ഗേൽക്കർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കേരളത്തിന്റെ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടതാണ് രത്തൻ യു ഗേൽക്കർ. എന്താണ്? രത്തൻ യു ഗേൽക്കർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ A ഷാജഹാൻ ആണ്. എന്നാൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രത്തൻ യു ഗേൽക്കർ ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണെന്ന് ആരും ഓർത്തിരിക്കുക. ഇനി കേരള PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MR ബൈജു ആണ്. MR ബൈജു എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. MR ബൈജു ആണ് നമ്മുടെ കേരള PSCയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പൊ കേരള PSCയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MR ബൈജു ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ UPSC ഉണ്ട്. UPSCയുടെ തലപ്പത്തുള്ളത് ആരെന്ന് ചോദിക്കാം. UPSCയുടെ തലപ്പത്തുള്ളത് ആരെന്ന് ചോദിച്ചാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രീതി സുധൻ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പ്രീതി സുധൻ. അതേപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അതേപോലെ യൂണിയൻ ഗ്രാൻസ് കമ്മീഷൻ ഉണ്ട്. UGC ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ UGCയുടെ തലപ്പത്ത് ആരെന്ന് ഓർത്തിരിക്കാം. UGC എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെ? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അത് വിനീത് ജോഷി എന്ന പേര് ഓർത്തിരിക്കുക. വിനീത് ജോഷി. ഇവിടെ കേരള PSC MR ബൈജു, UPSC പ്രീതി സുധൻ, അതുപോലെ UGC ഓർത്തിരിക്കുക. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് വിനീത് ജോഷിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 7ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിക്കും.
ഏഴാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിക്കും. ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ എൻ ഹരിലാൽ ആണ്. കെ എൻ ഹരിലാൽ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരം. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കുന്നത് ഏഴാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ഏഴാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ എൻ ഹരിലാൽ ആണ്. കെ എൻ ഹരിലാൽ, 7th ഫിനാൻസ് കമ്മീഷൻ ഓഫ് കേരള ആരാണ്? കെ എൻ ഹരിലാൽ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ആറാമത്തെയാണ് ആര്? വിജയാനന്ദ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഏഴാമത്തെയാണ് കെ എൻ ഹരിലാൽ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇനി നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഏഴാമത്തത് കേരളത്തിൽ. ഇവിടെ ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ 16ാമത് ധനകാര്യ കമ്മീഷനായിട്ട് വന്നിരിക്കുന്നത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ എന്ന പേര് ഓർത്തിരിക്കുക. അരവിന്ദ് പനഗരിയ. അപ്പൊ ഇവിടെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ് ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ 16ാമതായിട്ട് വരുന്നത് അരവിന്ദ് പനഗരിയ. എന്നാൽ കേരളത്തിൻ്റെത് ഏഴാമത്തത്. അതാണ് ആര്? കെ എൻ ഹരിലാൽ എന്ന പേര് ഓർക്കണം. നിലവില് നമ്മുടെ കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. നിലവിൽ നമ്മുടെ കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ആരാണ്? പി സതീദേവിയാണ്. പി സതീദേവി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിന്റെ വനിതാ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പി സതീദേവിയാണ്. അതേ സമയത്ത് ദേശീയ വനിതാ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാര്? അപ്പൊ ഇവിടെ കേരളം നമ്മൾ പഠിച്ചു, ഇനി നമ്മൾ ദേശീയമാണ് പഠിക്കുന്നത്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാൽ വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ എന്ന പേര് ഓർത്തിരിക്കുക. രഹത്കർ. അപ്പൊ ഇവിടെ സതീദേവി, വിജയ കിഷോർ രഹത്കർ, ഇത് രണ്ടും ഓർത്തിരിക്കണം. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അലക്സാണ്ടർ തോമസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അപ്പൊ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പൊ അതിന്റെ ചെയർമാൻ ആരെന്ന് ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അതാരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ എന്നാണ് ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ രണ്ടു പേരുകൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആര്? വി രാമസുബ്രഹ്മണ്യൻ. ഇനി കേരളത്തിന്റെ ലോകായുക്ത ആരെന്ന് ചോദിക്കാം. കേരള ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ജസ്റ്റിസ് എൻ അനിൽകുമാർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ്. ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ എന്ന പേരാണ് ഓർക്കേണ്ടത്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്ന്, നമ്മൾ കേരളത്തിന്റെ ലോകായുക്ത പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ലോക്പാൽ ആരെന്ന് പഠിക്കണം. അപ്പൊ നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ ലോക്പാൽ ആരെന്ന് നമുക്ക് പഠിക്കണം. ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ആരെന്ന് ചോദിച്ചാൽ അജയ് മാണിക് റാവു കാൻവിൽക്കർ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അജയ് മാണിക് റാവു കാൻവിൽക്കർ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. കാൻവിൽക്കർ. ഇത് പിന്നെ നമ്മൾ ഓർക്കും. ലോക്പാൽ, പാല്, വിൽക്കർ, പാല് വിൽക്കുക, അങ്ങനെ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. ലോകായുക്ത എന്ന് പറയുമ്പോൾ എൻ അനിൽകുമാർ ആണ്. ലോകായുക്ത എൻ അനിൽകുമാർ കേരളത്തിൻ്റെത്. നമ്മുടെ കേരളത്തിന്റെ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എ എൻ സംഷീറാണ് കേരളത്തിന്റെ നിയമസഭയുടെ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ എ എൻ സംഷീർ. അതേ സമയത്ത് നമ്മുടെ ലോകസഭയുടെ സ്പീക്കർ ആരാണ്? ലോകസഭയുടെ സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർള എന്ന പേരാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഓം ബിർളയാണ് ലോകസഭയുടെ സ്പീക്കർ. നമ്മുടെ
രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചാലോ, നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രതിപക്ഷ നേതാവ് വി സതീശനാണെന്ന് നമുക്കറിയാം. അതേസമയത്ത് നമ്മുടെ രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡർ ആരെന്ന് ചോദിച്ചാലോ, അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മല്ലികാർജുന ഖാർഗെയാണ്. ആരാണ്? മല്ലികാർജുന ഖാർഗെ എന്ന പേര് ഓർത്തിരിക്കുക. അതേസമയത്ത് ലോകസഭയുടെ ഓപ്പോസിഷൻ ലീഡർ ആരെന്ന് ചോദിച്ചാലോ, അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേരാണ്. 50ാമതായിട്ട് കേരള ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്ന വ്യക്തിയാണ് എ ജയതിലക് എന്ന പേര് ഓർത്തിരിക്കുക. എ ജയതിലക് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, കേരള ചീഫ് സെക്രട്ടറി. ഇനി നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ കേരളത്തിന്റെ ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേരളത്തിൻ്റെത് വി ഹരിനായർ. അതേസമയത്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ നമ്മുടെ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയാണ്. ഇവിടെ നമ്മുടെ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ഹീരാലാൽ സമരിയ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇതെന്താണ്? ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ. അതാണ് ആര്? ഹീരാലാൽ സമരിയ. ഇനി കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. ഹീരാലാൽ സമരിയും വി ഹരിനായരും ഓർത്തിരിക്കണം. ഇനി അടുത്ത നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കേരളത്തിന്റെ നിലവിലെ DGP ആരെന്ന് ചോദിക്കും. കേരള DGP. അപ്പൊ നിലവില് നമ്മുടെ കേരളത്തിന്റെ DGP പുതുതായിട്ട് ഇപ്പോൾ ഈ അടുത്താണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. റവാഡ ചന്ദ്രശേഖർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഓർത്തിരിക്കുക, റവാഡ ചന്ദ്രശേഖർ. ഇതാണ് കേരളത്തിന്റെ നിലവിലെ DGP. ഇനി പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കണം. കുറച്ച് പ്രസിഡന്റുമാരുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരുമിച്ചൊന്ന് എഴുതി വെച്ചാൽ ഗുണം ചെയ്യും. പ്രസിഡന്റുമാരുടെ പേര് നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമി. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി. അവിടെ കെ സച്ചിദാനന്ദനാണെന്ന കാര്യം ഓർത്തിരിക്കുക. സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി. അതിന്റെ പ്രസിഡന്റ് ആണ് ആര്? കെ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി. അങ്ങനെയാണെങ്കിൽ കേരള സംഗീത നാടക അക്കാദമി. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അവിടെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പൊ ഇവിടെ കേരള സാഹിത്യ അക്കാദമി കെ സച്ചിദാനന്ദൻ. അതേപോലെ കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. അതേപോലെ തന്നെ നമ്മുടെ കേരള ഫോക്ലോർ അക്കാദമി ഉണ്ട്. കേരള ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായിട്ട് വരുന്നത് OS ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? OS ഉണ്ണികൃഷ്ണനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. ഇനി മറ്റൊന്നും കൂടെ അറിയണം. കേരള ലളിതകല അക്കാദമി
കേരള ലളിതകല അക്കാദമി. കേരള ലളിതകല അക്കാദമി. അതിൻ്റെതാരാ? മുരളി ചീരോത്താണ്. ആരാണ്? മുരളി ചീരോത്ത്. മുരളി ചീരോത്ത് എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകല അക്കാദമി മുരളി ചീരോത്ത്. അപ്പോൾ സച്ചിദാനന്ദൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി, OS ഉണ്ണികൃഷ്ണൻ, മുരളി ചീരോത്ത് എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകല അക്കാദമി മുരളി ചീരോത്ത്. ഇനി ഇതോടൊപ്പം തന്നെ വരേണ്ടതാണ് നമ്മുടെ കേരള ചലച്ചിത്ര അക്കാദമി ഉണ്ട്. അതിനൊരു താൽക്കാലിക അധ്യക്ഷൻ വന്നിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി, കേരള ചലച്ചിത്ര അക്കാദമി. അത് പ്രേംകുമാറാണ്. പ്രേംകുമാറാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആരാണ്? പ്രേംകുമാറാണ്. കേരള ചലച്ചിത്ര അക്കാദമി പ്രേംകുമാർ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പദവികളുമായി ബന്ധപ്പെട്ടിട്ട് ദേശീയ ചില കമ്മീഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ അതാണെന്ന് പഠിച്ചു, വി രാമസുബ്രഹ്മണ്യനാണ്. അതുപോലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരെന്ന് പഠിച്ചു, ദേശീയ തലത്തിൽ ഹീരാലാൽ സമരിയാണ്. ഇത് കൂടാതെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടണം. ദേശീയ SC കമ്മീഷൻ ഉണ്ട്. അതേപോലെ തന്നെ ദേശീയ SC കമ്മീഷൻ, പട്ടിക ജാതി കമ്മീഷൻ, ദേശീയ SC കമ്മീഷൻ, അതുപോലെ ദേശീയ ST കമ്മീഷൻ, പട്ടിക വർഗ കമ്മീഷൻ. ഇതൊന്നും അറിഞ്ഞിരിക്കണം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനായിട്ടുള്ളത് കിഷോർ മക്വാനയാണ്. ആരാണ്? കിഷോർ മക്വാന എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ തലപ്പത്തുള്ളത് ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അന്തർ സിംഗ് ആര്യയാണ്. ആരാണ്? അന്തർ സിംഗ് ആര്യ എന്ന പേരാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികവർഗമാണെങ്കിലോ അന്തർ സിംഗ് ആര്യ എന്നാണ് ഓർത്തിരിക്കേണ്ടത്. അന്തർ സിംഗ് ആര്യ എന്നാണ് ഓർത്തിരിക്കേണ്ടത്. ഇതേപോലെ തന്നെ ദേശീയ പിന്നോക്ക കമ്മീഷൻ ഉണ്ട്, OBC കമ്മീഷൻ. ദേശീയ പിന്നോക്ക കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ, ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഹൻസ് രാജ് ഗംഗാറാം അഹിർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണ്? ഹൻസ് രാജ് ഗംഗാറാം അഹിർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അഹിർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം അഹിർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട്, ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ തലപ്പത്ത് ഇക്ബാൽ സിംഗ് ലാൽപുരിയാണ്. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അതിന്റെ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര എന്ന കാര്യം ഓർക്കുക. അതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് തൃപ്തി ഗുർഹിയാണ്. അദ്ദേഹം അഡീഷണൽ ചാർജ് ആണ്, എന്നാലും പേരോർത്തിരിക്കുക. തൃപ്തി ഗുർഹ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. തൃപ്തി ഗുർഹ എന്നാണ് ഉത്തരമായിട്ട്. ഇനി ഇവിടെ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ SC ST ഒരുമിച്ചാ പറയാം. കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ ഒരുമിച്ചാണ്. SC/ST കമ്മീഷൻ അതിന്റെ ചെയർമാനായിട്ടുള്ളതാണ് ഞാനിവിടെ ഈ റെഡ് ഇങ്കിൽ എഴുതുന്നത്, കേരളവുമായി ബന്ധപ്പെടുത്തിയിട്ട്. അതാണ് BS മാവോജി. BS മാവോജി എന്ന പേരൊന്ന് ഓർത്തിരിക്കുക. BS മാവോജി എന്ന പേര് ഓർത്തിരിക്കണം. ഇത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് SC/ST കമ്മീഷൻ. ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണെന്ന് ചോദിക്കും. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മനോജ് കുമാറാണ്. മനോജ്. അപ്പൊ ഇവിടെ കേരളത്തിൻ്റെതാണ് KV മനോജ് കുമാർ. KV മനോജ് കുമാർ കേട്ടോ.
KV മനോജ് കുമാർ. ഇനി കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ട്. നമ്മളിവിടെ ദേശീയ തലത്തിൽ പഠിച്ചു ഇക്ബാൽ സിംഗ് ലാൽപുര എന്ന്. അതേസമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ എ റഷീദാണ്. എ റഷീദ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് കേരളത്തിൽ. ഇനി നമ്മുടെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിക്കാം. ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരെന്ന് ചോദിക്കാം. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് പരീക്ഷകളിലൊക്കെ ചോദിച്ചതാണ്. ഈ അടുത്ത് വിദേശകാര്യ സെക്രട്ടറി ആരെന്ന് ചോദിക്കാം. വിദേശകാര്യ സെക്രട്ടറി ഈ അടുത്ത് ചോദിച്ചതാണ്, വിദേശകാര്യ സെക്രട്ടറി. അപ്പൊ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ TV സോമനാഥനാണ്. TV സോമനാഥൻ. അതേസമയത്ത് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. രാജേഷ് കുമാർ സിംഗ് എന്ന കാര്യം ഓർത്തിരിക്കുക. രാജേഷ് കുമാർ സിംഗ്. ഇനി വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി ആണ് വിദേശകാര്യ സെക്രട്ടറി. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ, രാജേഷ് കുമാർ സിംഗ് പ്രതിരോധ സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ, അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിക്കും. നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിക്കും. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് R വെങ്കിടരമണിയാണ്. R വെങ്കിടരമണി എന്ന പേരാണ് ഇവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയിലെ നിലവിലെ അറ്റോർണി ജനറൽ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് R വെങ്കിടരമണിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരെന്ന് ചോദിക്കും. അറ്റോർണി ജനറൽ ആണ് R വെങ്കിടരമണി. ഇനി നമ്മൾ പഠിക്കേണ്ടത് സോളിസിറ്റർ ജനറൽ ആണ്. സോളിസിറ്റർ ജനറൽ അതാരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പദവിയിലുള്ളത് തുഷാർ മേത്തയാണ്. ആരാണ്? തുഷാർ മേത്തയാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുഷാർ മേത്തയാണ്. പിന്നെ അടുത്തത് CAG. നിലവിൽ ഇന്ത്യയുടെ CAG ആരെന്ന് ചോദിക്കും. CAG ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് K സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി എന്ന പേര് ഓർത്തിരിക്കുക. AG ആരാണ്? R വെങ്കിടരമണി. പിന്നെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. CAG ആരാണ്? K സഞ്ജയ് മൂർത്തി. നമ്മൾ ഇവിടെ പഠിച്ചല്ലോ അറ്റോർണി ജനറൽ നമ്മൾ പഠിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഓർത്തിരിക്കണം. അറ്റോർണി ജനറൽ പഠിച്ചു. ഇനി ഇവിടെ അഡ്വക്കേറ്റ് ജനറലില് എവിടത്തെയാണ് പഠിക്കുന്നത്? നമ്മുടെ കേരളത്തിന്റെയാണ് പഠിക്കുന്നത്. അതാരാണ്? ഗോപാലകൃഷ്ണ കുറുപ്പ് ആണെന്ന് ആരും ഓർക്കാം. ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന പേര് ഓർത്തിരിക്കാം. ഇനി അടുത്തത് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത് നിലവിലെ നമ്മുടെ ISROയുടെ ചെയർമാന്റെ പേര് ഓർത്തിരിക്കണം. ISROയുടെ ചെയർമാൻ ആരാണെന്ന് ഓർത്തിരിക്കണം. ആരാണ് നിലവിലെ ISROയുടെ ചെയർമാൻ? V നാരായണനാണ്. വി നാരായണൻ എന്ന പേര് ഓർത്തിരിക്കുക. ISROയുടെ ചെയർമാൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സായുധ സേനാ മേധാവികളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരെന്ന് ചോദിക്കും. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാന്ന് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ജനറൽ അനിൽ ചൗഹാൻ എന്ന പേരാണ് ഓർക്കേണ്ടത്. അനിൽ ചൗഹാൻ. ഇനി രണ്ടാമതായിട്ട് ചോദിക്കുന്നത് കരസേനാ മേധാവി ആര്? കരസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്.
ഇനി അടുത്തത് നമ്മുടെ വ്യോമസേനാ മേധാവി. വ്യോമസേന മേധാവി. അപ്പം വ്യോമസേനാ മേധാവി ആരെന്ന് ചോദിച്ചാൽ, മേധാവി ആര് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. അമർപ്രീത് സിംഗ് അമർപ്രീത് സിംഗ് ആണെന്നാരും ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താ? നാവികസേനാ മേധാവിയാണ്. നാവികസേന മേധാവി അതാരാന്ന് ചോദിച്ചാൽ അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠിയാണ്. ദിനേഷ് കുമാർ ത്രിപാഠി. ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മൾ പഠിച്ചത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ. കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. വ്യോമസേനാ മേധാവിയാണ് അമർപ്രീത് സിംഗ്. നാവികസേനാ മേധാവിയാണ് ദിനേഷ് കുമാർ ത്രിപാഠി. അപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി. അപ്പൊ ഇവിടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി. ഇത് ഓർത്തു വെക്കാനായിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒന്ന്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ്. അതിൽ അനിൽ ചൗഹാൻ എന്ന് ഓർത്തിരിക്കണം. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അനിൽ ചൗഹാൻ ആണെന്ന് ഓർത്തിരിക്കുക. അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇനി കരയിൽ നമ്മളൊരു വേദി കെട്ടി എന്ന് ഓർക്കാൻ മതി. കരയിൽ എന്താണ്? നമ്മളൊരു വേദി കെട്ടി. അപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി. അതേപോലെ ഈ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്. നമ്മൾ ഈ പ്രേതങ്ങളൊക്കെ ഈ ആകാശത്തു കൂടി ഇങ്ങനെ പറന്നല്ല നടക്കണേ, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നത്. അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. വ്യോമാണ്, പ്രീതി, പ്രേതം, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അമർപ്രീത് സിംഗ് കിട്ടും. പിന്നെ നാവികസേന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ തോണിയൊക്കെ തുഴഞ്ഞ് പാട്ടും പാടി പോകുന്നത്. അപ്പൊ ത്രിപാഠിയിലെ പാടി, പാട്ടും പാടി, പാടി, ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നാവികസേന മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി. ഓപ്ഷനിൽ എന്തായാലും ഇതുണ്ടാവുമല്ലോ, അപ്പൊ ഇത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി. ഇനി നമ്മളെ ട്രായ് ഉണ്ടല്ലോ, ട്രായിയുടെ ചെയർമാൻ ആരാന്ന് ചോദിക്കും. ട്രായിയുടെ തലപ്പത്ത് ചെയർമാനായിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അനിൽ കുമാർ ലഹോട്ടിയാണ്. ആരാണ്? അനിൽ കുമാർ ലഹോട്ടി. അനിൽ കുമാർ ലഹോട്ടിയാണെന്ന് ആര് ഓർക്ക്. അനിൽ കുമാർ ലഹോട്ടി അദ്ദേഹമാണ് നിലവില് ട്രായിയുടെ തലപ്പത്തുള്ളതെന്ന് ആര് ഓർത്തിരിക്കുക. അപ്പൊ ട്രായിയുടെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ അനിൽ കുമാർ ലഹോട്ടിയാണ്. ഇനി കേരളത്തിലെ മന്ത്രിമാര് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. കേരളത്തിലെ മന്ത്രിമാര്, അവരിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിലാദ്യം നമ്മുടെ മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഏതെല്ലാം വരുന്നത്? ഒന്ന് ആഭ്യന്തരം വരുന്നത്, ആഭ്യന്തരം. മറ്റൊന്നോ നമ്മുടെ മൈനോറിറ്റിയുടെ വെൽഫെയർ, ന്യൂനപക്ഷം, അത് ആരുടെ കീഴിലാണ് വരുന്നത്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. അപ്പൊ എന്തെല്ലാമാണ്? ആഭ്യന്തരവും അതേപോലെ തന്നെ ന്യൂനപക്ഷം, ഇത് രണ്ടും എങ്ങോട്ട് വരുന്നുണ്ട്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തത് കെ രാജനാണ്. കെ രാജനാണ് നമ്മുടെ റവന്യൂ മന്ത്രി. ആരാണ്? റവന്യൂ മന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ റവന്യൂ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കെ രാജൻ റവന്യൂ, അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. മൈനോറിറ്റി ആരുടെ കീഴിലാന്ന് വെച്ചാൽ അത് ഓർത്തിരിക്കണം. CM മൈനോറിറ്റി നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെയാണ്. ഇനി അടുത്തൊരു പേര് റോഷി അഗസ്റ്റിൻ ആണ്. നമ്മുടെ അടുത്ത പേര് റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ റോഷി അഗസ്റ്റിൻ ആണ് നമ്മുടെ ജലവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ജലവകുപ്പ് മന്ത്രി ഇറിഗേഷൻ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് റോഷി അഗസ്റ്റിൻ ആണ്. ഇനി കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ വൈദ്യുതി വകുപ്പാണ്. ഏതാണ്? വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇനി അടുത്തൊരു പേര് നമ്മുടെ വനം, വന്യജീവി സങ്കേതം, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന
എ കെ ശശീന്ദ്രനാണ്. എ കെ ശശീന്ദ്രനാണ്. എ കെ ശശീന്ദ്രനാണ് വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ഏത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് അറിഞ്ഞിരിക്കണം. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക, രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന പേര് ഓർക്കുക. ഇദ്ദേഹമാണ് മ്യൂസിയം, അതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ, ആർക്കിയോളജി, ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മ്യൂസിയം, രജിസ്ട്രേഷൻ, ആർക്കിയോളജി തുടങ്ങിയ വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. പിന്നെ കെ ബി ഗണേഷ് കുമാർ, നമുക്കറിയാം ഗതാഗത മന്ത്രിയാണ്. കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഗതാഗത വകുപ്പാണ്. നമ്മുടെ റോഡ് ഗതാഗതം, മോട്ടോർ വെഹിക്കിൾസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലം, റോഡ് തുടങ്ങിയവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ വി ഗണേഷ് കുമാറാണ്, ഗതാഗത മന്ത്രി. ഇനി അടുത്തത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ വി അബ്ദുറഹിമാനാണ്. വി അബ്ദുറഹിമാനാണ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ കായിക മന്ത്രി ആര്? വി അബ്ദുൾ റഹ്മാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ്, നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പാണ്. ഏതാണ്? ഭക്ഷ്യ പൊതുവിതരണം, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, അതുപോലെ കൺസ്യൂമർ അഫയേഴ്സ്, ലീഗൽ മെട്രോളജി. അപ്പോൾ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഭക്ഷ്യമന്ത്രി, ഭക്ഷ്യ പൊതുവിതരണം ആരാന്ന് ചോദിച്ചാലോ ജി ആർ അനിൽ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ജി ആർ അനിൽ. ജി ആർ അനിൽ. സപ്ലൈകോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കീഴിലാണ് വരുന്നത്. ഇനി നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെ, നമ്മുടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആരാ? കെ എൻ ബാലഗോപാലാണ്. കെ എൻ ബാലഗോപാലാണെന്ന് നമുക്കറിയാം. ബാലഗോപാൽ. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ആർ ബിന്ദു. ആർ ബിന്ദു. ആർ ബിന്ദു ആണ് നമ്മൾ ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം അത് ആരുടെ കീഴിലാണ് വരുന്നത്? ആർ ബിന്ദുവിന്റെ കീഴിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സാമൂഹിക നീതി വകുപ്പ്, സോഷ്യൽ ജസ്റ്റിസ്. ഇത് എപ്പോഴും PSC ചോദിക്കും. ആർ ബിന്ദുവിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം, അതുപോലെ സാമൂഹ്യ നീതി വകുപ്പ്. സാമൂഹ്യ നീതി വകുപ്പ്. അപ്പൊ ഈ സാമൂഹ്യ നീതി വകുപ്പ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ വീണ ജോർജിനെയും പഠിക്കണം. വീണ ജോർജിനെയും പഠിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വീണ ജോർജ് നമുക്കറിയാം ആരോഗ്യമന്ത്രിയാണ്. അതേപോലെ തന്നെ വനിതാ ശിശു വികസന മന്ത്രി, വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ്. അപ്പൊ ഇത് വരുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് പോവില്ല, ആർ ബിന്ദുവിലേക്ക് പോകത്തില്ല. പക്ഷെ സാമൂഹ്യനീതി വകുപ്പ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പോയിട്ട് വീണ ജോർജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സാമൂഹ്യനീതി വകുപ്പും ഉന്നത വിദ്യാഭ്യാസവും ആർ ബിന്ദുവാണ്. അപ്പൊ ആ ഉന്നത വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ ഒപ്പം പഠിച്ചു വെക്കേണ്ട ഒരു പേരാരാണ്? നമ്മുടെ ശിവൻകുട്ടിയുടെ പേര് തന്നെയാണ്. ശിവൻകുട്ടി, വി ശിവൻകുട്ടി. വി ശിവൻകുട്ടി. വി ശിവൻകുട്ടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ജനറൽ എഡ്യൂക്കേഷൻ ആണ്, അതായത് പൊതുവിദ്യാഭ്യാസം. അതുപോലെ തൊഴിൽ വകുപ്പ്, ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഈ എൻട്രൻസിന്റെ ഒക്കെ ഇഷ്യൂ വന്നല്ലോ, കേരള എൻട്രൻസിന്റെ. അപ്പൊ എല്ലാവരും പോയിട്ട് വി ശിവൻകുട്ടിയിലാണ് പോയിട്ട് അദ്ദേഹത്തെയാണ് എല്ലാം പറയുന്നത്. പക്ഷെ ഓർക്ക് ആ വകുപ്പ് ആരുടെ കയ്യിലായിരുന്നു? ആർ ബിന്ദുവിന്റെ കയ്യിലായിരുന്നു. പക്ഷെ അവിടെ സംഭവം വന്നപ്പോൾ എല്ലാം കേൾക്കേണ്ടി വന്നത് ആർക്കാ? വി ശിവൻകുട്ടി. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം മൊത്തം ഇയാളുടെ കയ്യിലാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അല്ല, പൊതുവിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആർ ബിന്ദുവായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. അതുപോലെ അവിടെ ഓർത്തിരിക്കേണ്ടതാണ് എന്താണ്? വനിതാ ശിശു വികസനം. അതേസമയത്ത് ആർ ബിന്ദുവിലാണ് സാമൂഹ്യ നീതി വകുപ്പ്. ഇത് റിപ്പീറ്റർ ആണ്, ഓർത്തിരിക്കണം, മാറി പോകരുത്. ഇനി അടുത്തത് നമ്മുടെ MP രാജേഷ് ഉണ്ട്. MP രാജേഷ്, അത് ഓർത്തിരിക്കണം. MP രാജേഷിന്റെ കയ്യിൽ വരുന്നതാണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതേപോലെ തന്നെ എക്സൈസ് വകുപ്പ്. ഇത് രണ്ടും ആരുടെ കയ്യിലാണ് വരുന്നത്? MP രാജേഷിന്റെ കയ്യിലാണ്. MP രാജേഷ്. പിന്നെ ജെ ചിഞ്ചുറാണി ഉണ്ട്. ജെ ചിഞ്ചുറാണി. ചിഞ്ചുറാണിയുടെ ഇതിലെന്താണ് വരുന്നത്? നമ്മുടെ ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട്, മൃഗസംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
അനിമൽ ഹസ്ബൻഡറി, അതുപോലെ നമ്മുടെ മിൽക്ക് കോപ്പറേറ്റീവ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറയുന്ന ചിഞ്ചു റാണിയുടെ കീഴിലാണ് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു വ്യക്തിയാണ് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസ്. ഇദ്ദേഹം ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലെ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അതേപോലെ തന്നെ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണെന്ന് വെച്ചാൽ PA മുഹമ്മദ് റിയാസ് ആണ്. പിന്നെ കൃഷി മന്ത്രിനെ കാണേണ്ട P പ്രസാദ് ആണ്. P പ്രസാദ് ആണ് കൃഷി മന്ത്രി. അപ്പൊ നമ്മുടെ കൃഷിയൊക്കെ നല്ല ലാഭമാണ്, ഈ മുഖത്തൊക്കെ നല്ല പ്രസാദാന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ P പ്രസാദ് ആണ് നമ്മുടെ കൃഷി മന്ത്രി എന്ന കാര്യം ഓർക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി ആദ്യമായിട്ട് വരുന്നുണ്ട്. അത് OR കേളുവാണ്. OR കേളുവാണ് വയനാട്ടിൽ നിന്ന് വരുന്ന മന്ത്രി. ആദ്യമായിട്ടാണ് ഒരു മന്ത്രി വയനാട്ടിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലം ചിലപ്പോൾ ചോദിക്കാം, അത് മാനന്തവാടിയാണ്. മാനന്തവാടി. അപ്പോൾ OR കേളുവാണ് നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ബാക്ക്വേർഡ് ക്ലാസസ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. SC ST അതുപോലെ ബാക്ക്വേർഡ് ക്ലാസസ്, ഈ വകുപ്പുകൾ OR കേളുവുമായി ബന്ധപ്പെട്ടതാണ്. ഈ നമ്മുടെ നിയമം, വ്യവസായം, ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് P രാജീവ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. P രാജീവാണ് ഈ പറയുന്ന നിയമ വകുപ്പും അതേപോലെ തന്നെ നമ്മുടെ വ്യവസായ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. നിയമം, വ്യവസായം, P രാജീവ് എന്ന പേര് ഓർക്കുക. ഇനി അടുത്തത് നമ്മുടെ സഹകരണം, സഹകരണം അതുപോലെ തന്നെ പോർട്സ്, തുറമുഖം, അതുപോലെ ദേവസ്വം, ഈ മൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് VN വാസവനാണ്. വാസവൻ. ഇത് ഓർത്തിരിക്കണം, കാരണം ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായിരുന്നു വയ്ക്കും VN വാസവനാണ്. കാരണം ഈ നമ്മുടെ ഈ വിഴിഞ്ഞം അതിന്റെ ഉദ്ഘാടനം 2025 മെയ് 2 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ വേദിയിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് VN വാസവൻ. അതുകൊണ്ട് തന്നെ ചോദിക്കാം, നമ്മുടെ കേരളത്തിലെ പോർട്സുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, തുറമുഖവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് VN വാസവനാണ്. അതേ സമയത്ത് കോർപ്പറേഷൻ, ദേവസ്വവും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. സഹകരണവും ദേവസ്വവും ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇനി സജി ചെറിയാനാണ്. സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു വകുപ്പ് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അതുപോലെ കേരളത്തിന്റെ യൂത്ത് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സജി ചെറിയാനാണ്. അപ്പൊ സാംസ്കാരികം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി, ഇങ്ങനെയെല്ലാം അതിന്റെ ഉള്ളിൽ വരും. പിന്നെ യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും സജി ചെറിയാനാണ്. യൂത്ത് അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നതും സജി ചെറിയാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് കേരളത്തിന്റെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇന്ത്യയിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ കീഴിലാണ് നമ്മുടെ ആറ്റോമിക് എനർജി വരുന്നതെന്ന് കാര്യം ഓർക്കുക. ഇത് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ആറ്റോമിക് എനർജി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കീഴിലാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓരോ മന്ത്രിമാരെയും പരിചയപ്പെടാം. ആദ്യം ക്യാബിനറ്റ് റാങ്കിലുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രി ആരാ? രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിക്കാം, ഹോം മിനിസ്റ്റർ ആരെന്ന് ചോദിക്കാം, അത് നമ്മുടെ അമിത്ഷായാണ്. അമിത്ഷായാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതേ അമിത്ഷാ തന്നെയാണ് ഏത് വകുപ്പും കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് പഠിച്ചതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ യൂണിവേഴ്സിറ്റി നമ്മുടെ ഗുജറാത്തിലെ ആനന്ദ് കേന്ദ്രീകരിച്ച് തറക്കല്ലിട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ അമിത്ഷായാണ് സഹകരണ വകുപ്പും, അതേപോലെ തന്നെ അമിത്ഷായ്ക്ക് കീഴിൽ വരുന്ന മറ്റൊരു വകുപ്പാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്. പിന്നെ രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രി. ഇനി അടുത്തത് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട്, ഹൈവേസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഗതാഗതം, റോഡ് ഗതാഗതം, അതുപോലെ തന്നെ ദേശീയപാത, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മന്ത്രി ആണെന്ന് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ജയ്റാം ഗഡ്കരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിതിൻ ഗഡ്കരി എന്ന് ഓർത്തിരിക്കുക. റോഡ്
ഗട്ടർ, അത് വെച്ചിട്ട് ഈ പേര് കണക്ട് ചെയ്യാൻ പറ്റും. നിതിൻ ഗഡ്കരി ഗട്ടർ റോഡ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമ്മളിവിടെ പരിചയപ്പെടേണ്ടത് നമ്മുടെ ആരോഗ്യമന്ത്രി. കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണെന്നറിയാം, പക്ഷെ കേന്ദ്രത്തിൽ ആരാന്ന് അറിയണം. അത് JP നടയാണ്. ജയപ്രകാശ് നട അല്ല, ജഗത് പ്രകാശ് നട. അപ്പൊ JP നടയാണ് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ്? ഈ പറയുന്ന JP നടയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കൃഷിമന്ത്രി. നമ്മുടെ കൃഷിമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ശിവരാജ് സിംഗ് ചൗഹാനാണ്. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് എന്നാണ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രി. ഇനി നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. ഇനി ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി? എസ് ജയശങ്കർ. ചോദിക്കും, എസ് ജയശങ്കർ ആണ് നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ്? എസ് ജയശങ്കർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാലോ ധർമ്മേന്ദ്ര പ്രധാനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന പേര് ഓർത്തിരിക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പൊ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ദേശീയ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ ആരെന്ന് ചോദിക്കും. എന്താണ് നമ്മളോട് പരിചയപ്പെട്ടത്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്ത ദേശീയ തലത്തിൽ 6 ബിന്ദു നമ്മളിവിടെ പഠിച്ചു. എന്നാൽ ദേശീയ തലത്തിൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ്. ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാറാണ്. ഡോക്ടർ വീരേന്ദ്രകുമാർ. ഇദ്ദേഹമാണ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ്, എംപവർമെന്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഭക്ഷ്യ പൊതുവിതരണം. നമ്മളിവിടെ അനിൽ പഠിച്ചല്ലോ, ഡോക്ടർ അഡ്വക്കേറ്റ് GR അനിൽ. അതേ സംഭവം നമ്മുടെ ഇന്ത്യയിലേക്ക് വരും. അതായത് കേരളത്തിൽ ആരാണ് നമ്മൾ പഠിച്ചു. ഇനി കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാണ് ഈ പറയുന്ന ഭക്ഷ്യമന്ത്രി, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മന്ത്രി എന്ന് വെച്ചാൽ പ്രഹ്ലാദ് ജോഷിയാണ്. പ്രഹ്ലാദ് ജോഷി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി എന്ന പേര് ഓർത്തിരിക്കുക. പിന്നെ ട്രൈബൽ അഫയേഴ്സ്, കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ജുവൽ ഓറമാണ്. ജുവൽ ഓറം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ജുവൽ ഓറം. ഇനി നമ്മുടെ റെയിൽവേ മന്ത്രി ആരെന്ന് ചോദിക്കാം. അശ്വിനി വൈഷ്ണവാണ്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് നിലവിൽ നമ്മുടെ റെയിൽവേ മന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കുക. റെയിൽവേ മന്ത്രി. ഇനി മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, വനം, പരിസ്ഥിതി, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദർ യാദവാണ്. ആരാണ്? ഭൂപേന്ദർ യാദവ് എന്ന പേര് ഓർത്തിരിക്കുക. ഭൂപേന്ദർ യാദവ് എന്ന പേരാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അദ്ദേഹമാണ് മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കൈകാര്യം ചെയ്യുന്നത്. ഭൂപേന്ദ്ര യാദവ്. ഇനി നമ്മുടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഇദ്ദേഹമാണ് നിലവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്ത്യയുടേത്. അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ത്യയുടേത്. ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്.
പിന്നെ വനിതാ ശിശു വികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിക്കും. അൻപൂർണ ദേവിയാണ്. ആരാണ്? അൻപൂർണ ദേവി. അൻപൂർണ ദേവിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. വനിതാ ശിശു വികസന വകുപ്പ് അൻപൂർണ ദേവി. ആരാണ്? അന്നപൂർണ ദേവി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മുടെ ഈ മൈനോറിറ്റി ആരാന്ന് ചോദിക്കും. ന്യൂനപക്ഷ വകുപ്പ് അതുപോലെ പാർലമെന്ററി അഫയേഴ്സ് ഈ രണ്ടും കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജ്ജു ആണ്. കിരൺ റിച്ചു എന്ന പേര് ഓർക്കുക. പാർലമെന്ററി അഫയേഴ്സ് അതുപോലെ മൈനോറിറ്റി അഫയേഴ്സ് ന്യൂനപക്ഷം ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കിരൺ റിച്ചു എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി കായിക മന്ത്രി ആരെന്ന് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂത്ത് അഫയേഴ്സ് യുവജനകാര്യം കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിക്കും. അതുപോലെ തൊഴിൽ, എംപ്ലോയ്മെന്റ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മൻസുഖ് എൽ മാണ്ഡവ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൻസുഖ് എൽ മാണ്ഡവ്യ എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹമാണ് നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മന്ത്രി, അതേപോലെ യുവജനകാര്യവുമായി ബന്ധപ്പെട്ട മന്ത്രി, ലേബറും എംപ്ലോയ്മെന്റും ഇതൊക്കെ മൻസുഖ് എൽ മാണ്ഡവ്യ എന്ന പേരോടൊപ്പം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് അവാർഡുകൾ നമുക്ക് പരിചയപ്പെടാം. അവാർഡുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അവാർഡുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ഓസ്കാർ അവാർഡ് അറിഞ്ഞിരിക്കണം. 2025 ഓസ്കാർ അവാർഡ് 2025. ഇവിടെ മികച്ച ചിത്രം ഏതാന്ന് ചോദിക്കും. മികച്ച ചിത്രം ഏതാന്ന് ചോദിച്ചാൽ അനോറയാണ്. 2025 97ാമത്തെ ഓസ്കാർ അവാർഡായിരുന്നു. അതിൽ മികച്ച ചിത്രമാണ് അനോറ. ഏതാണ്? അനോറ. അപ്പൊ നമ്മൾ മികച്ച ചിത്രം പഠിച്ചു. ചിത്രത്തിന്റെ പേരാണ് അനോറ. ഇനി മികച്ച നടിയെ നമുക്ക് പഠിക്കണം. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മിക്കി മാഡിസൺ ആണ്. ആരാണ്? മിക്കി മാഡിസൺ. ഈ പേര് ഓർത്തിരിക്കുക, മിക്കി മാഡിസൺ. ഇനി മികച്ച നടൻ ഓർക്കണം. മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ അഡ്രിയാൻ ബ്രോഡി. മികച്ച നടൻ ആരാന്ന് ചോദിച്ചാൽ അഡ്രിയാൻ ബ്രോഡി എന്ന പേര് ഓർത്തിരിക്കുക. അഡ്രിയാൻ ബ്രോഡി. അപ്പൊ ഇവിടെ നമ്മുടെ മികച്ച ചിത്രം അനോറ, ആ സിനിമയിൽ അഭിനയിച്ച മിക്കി മാഡിസൺ മികച്ച നടി. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡിയാണ്. അദ്ദേഹം ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലാണ് അഭിനയിച്ചത്. ഇനി മികച്ച സംവിധായകനായിട്ട് വരുന്നത് മികച്ച സംവിധായകൻ ആരാണ്? മികച്ച സംവിധായകൻ എന്ന് ചോദിച്ചാൽ ഷോൺ ബേക്കറാണ്. അനോറ സിനിമ സംവിധാനം ചെയ്ത ഷോൺ ബേക്കറാണ് മികച്ച സംവിധായകൻ, ഷോൺ ബേക്കർ. അപ്പൊ മികച്ച ചിത്രം അനോറ, മികച്ച നടി അനോറയിൽ അഭിനയിച്ച മിക്കി മാഡിസൺ, മികച്ച സംവിധായകൻ അനോറ സംവിധാനം ചെയ്ത ഷോൺ ബേക്കർ, മികച്ച നടൻ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിൽ അഭിനയിച്ച അഡ്രിയാൻ ബ്രോഡിയാണ്. എന്താണ്? അഡ്രിയാൻ ബ്രോഡി. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, അനോറ മികച്ച ചിത്രം, മിക്കി മാഡിസൺ മികച്ച നടി, അഡ്രിയാൻ ബ്രോഡി മികച്ച നടൻ, ഷോൺ ബേക്കർ മികച്ച സംവിധായകൻ. ഇനി മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം. ഈ ഓസ്കാർ 2025 മികച്ച അനിമേറ്റഡ് ഒന്ന് ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിം. അടുത്തത് ഫീച്ചർ ഫിലിം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം, മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ചോദിക്കുന്നെങ്കിൽ 2025 97ാം ഓസ്കാർ അവാർഡില് മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ് എന്നാണ്. ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. അപ്പൊ ഷോർട്ട് ഫിലിം ഏതാണ്? ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. ഇതാണ് മികച്ച ഷോർട്ട് ഫിലിം. ഇനി മികച്ച ഫീച്ചർ ഫിലിം ചോദിച്ചാൽ, മികച്ച ഫീച്ചർ ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് അനിമേറ്റഡ് ഷോർട്ട് ഫിലിം നമ്മൾ പഠിച്ചു,
ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. ഇനി മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം, അത് ഫ്ലോയാണ്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് ഫ്ലോ. ഇത് ചോദിച്ചതാട്ടോ. ഈ ഫ്ലോ എന്നത് പരീക്ഷയ്ക്ക് വന്നതാണ്, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം, ഫീച്ചറിന്റെ ഫായും ഫ്ലോയിലെ ഫ്ലായും കണക്ട് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് അവിടെ കിട്ടും. ഇനി ഷോർട്ട് ഫിലിമാണ് ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. മികച്ച ചിത്രം നമ്മൾ പഠിച്ചു, അനോറയാണ്. നടി മിക്കി മാഡിസൺ, നടൻ ആഡ്രിയാൻ ബ്രോഡി, സംവിധായകൻ ഷോൺ ബേക്കർ. പിന്നെ ഷോർട്ട് ഫിലിം പഠിച്ചു, മികച്ച അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസ്, അതുപോലെ മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ. ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. ഇനി 76ാമത് റിപ്പബ്ലിക് ഡേ, 76ാമത് റിപ്പബ്ലിക് ഡേ 2025. ഈ ദിവസം ജനുവരി 26-ാം തീയതി, ഇത് എവിടെ വെച്ചാണ് ഇതിന്റെ വേദി? പ്രധാന വേദി എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹിയിലെ കർത്തവ്യ പദാണ്. ന്യൂഡൽഹിയിലെ കർത്തവ്യ പദ്, ന്യൂഡൽഹിയിലെ കർത്തവ്യ പദ്. ഈ 76ാമത് റിപ്പബ്ലിക് ദിനത്തില് മുഖ്യ അതിഥിയായിട്ട് എത്തിയതാരതൊരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യത. അവിടെ എന്നാ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോയാണ്. ആരാണ്? പ്രഭാവോ സുബിയാന്തോ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. പ്രഭാവോ സുബിയാന്തോ, പ്രഭാവോ സുബിയാന്തോ എന്ന പേര് ഓർത്തിരിക്കുക. ഇദ്ദേഹം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ്. അപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡില് മുഖ്യ അതിഥിയാവുന്ന 4ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് പ്രഭാവോ സുബിയാന്തോ. പ്രഭാവോ സുബിയാന്തോ എന്ന കാര്യം ഓർത്തിരിക്കുക. ഈ 76ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും എന്നാണ്. സുവർണ ഭാരതം, സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും, സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും എന്നതാണ്. സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും, ഇതാണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ പ്രമേയം എന്താണ്? സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും. അപ്പൊ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ആരായിരിക്കും ദേശീയ പതാക ഉയർത്തുന്നത്? ദ്രൗപദി മുർമു ആണ്, നമ്മുടെ രാഷ്ട്രപതിയാണ്. അതേസമയത്ത് സ്വാതന്ത്ര്യ ദിനമാകുമ്പോഴാണ് പ്രസിഡന്റ് വരുന്നത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്നത്. അപ്പൊ ഇവിടെ ആരാണ്? രാഷ്ട്രപതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ദ്രൗപദി മുർമു, രാഷ്ട്രപതി. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിട്ട് 8 ക്യാബിനറ്റ് കമ്മിറ്റികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി. 8 ക്യാബിനറ്റ് കമ്മിറ്റികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുകയാണ്. അപ്പൊ ആ കമ്മിറ്റികളുടെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. 1ാമത്തെ കമ്മിറ്റി നിയമന കമ്മിറ്റിയാണ്, അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ്. ഒന്നാമത്തേത് നിയമന കമ്മിറ്റി, ഒന്നാമത്തേത് നിയമന കമ്മിറ്റിയാണ്. ഒന്നാമത്തേത് നിയമന കമ്മിറ്റിയാണ്. രണ്ടാമത്തേത് പാർപ്പിട കമ്മിറ്റിയാണ്, പാർപ്പിട കമ്മിറ്റിയാണ്. ഒന്നാമത്തേത് നിയമന കമ്മിറ്റി, രണ്ടാമത്തേത് പാർപ്പിട കമ്മിറ്റി. അപ്പൊ നിയമന കമ്മിറ്റി, പാർപ്പിട കമ്മിറ്റി. അടുത്തത് എന്താണ്? സാമ്പത്തിക കാര്യ കമ്മിറ്റിയാണ്. അടുത്തത് സാമ്പത്തിക കാര്യ കമ്മിറ്റി, സാമ്പത്തിക കാര്യ കമ്മിറ്റി. അടുത്താണ് സാമ്പത്തിക കാര്യ കമ്മിറ്റി. ഇനി നാലാമത്തത് പാർലമെന്ററി കാര്യ കമ്മിറ്റി. നാലാമത്തെ എന്താ? പാർലമെന്ററി കാര്യ കമ്മിറ്റി, പാർലമെന്ററി കാര്യ കമ്മിറ്റി, പാർലമെന്ററി കാര്യ കമ്മിറ്റി. ഇനി 5ാമത്തത് രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ കമ്മിറ്റി. 6ാമത്തത് സുരക്ഷാ കമ്മിറ്റിയാണ്. 6ാമത്തത് സുരക്ഷാ കമ്മിറ്റി, 6ാമത്തത് സുരക്ഷാ കമ്മിറ്റി. 7ാമത്തത് നിക്ഷേപം വളർച്ചാ കമ്മിറ്റി, നിക്ഷേപം വളർച്ചാ കമ്മിറ്റി, നിക്ഷേപം വളർച്ചാ കമ്മിറ്റി. ഇനി 8ാമത്തത്
സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി. എന്താണ്? സ്കിൽ എംപ്ലോയ്മെന്റ് സ്കിൽ എംപ്ലോയ്മെന്റ് സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി. ലിവ്ലിഹുഡ് കമ്മിറ്റി. സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി. സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി ലിവ്ലിഹുഡ് കമ്മിറ്റി എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ ഉൾപ്പെടുത്തി 8 ക്യാബിനറ്റ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിലൊന്ന് നിയമന കമ്മിറ്റി, 2 പാർപ്പിട കമ്മിറ്റി, 3 സാമ്പത്തിക കാര്യ കമ്മിറ്റി. അപ്പം നിയമന കമ്മിറ്റി, പാർപ്പിട കമ്മിറ്റി, സാമ്പത്തിക കാര്യ കമ്മിറ്റി, പിന്നെ പാർലമെന്ററി കാര്യ കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, സുരക്ഷാ കമ്മിറ്റി, നിക്ഷേപം വളർച്ചാ കമ്മിറ്റി, സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി. അപ്പൊ ഇങ്ങനെ 8 എണ്ണമാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? നിയമന കമ്മിറ്റി, പാർപ്പിട കമ്മിറ്റി, സാമ്പത്തികാര്യ കമ്മിറ്റി, നിക്ഷേപ വളർച്ചാ കമ്മിറ്റി, അതേപോലെ സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി, സുരക്ഷാ കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, പാർലമെന്ററി കാര്യ കമ്മിറ്റി. അപ്പൊ ഏതൊക്കെയാണ്? നിയമന കമ്മിറ്റി, പിന്നെ പാർപ്പിട കമ്മിറ്റി, പിന്നെ സാമ്പത്തിക കാര്യ കമ്മിറ്റി, അടുത്ത് പാർലമെന്ററി കാര്യ കമ്മിറ്റി, അടുത്തതോ രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, അടുത്തത് സുരക്ഷാ കമ്മിറ്റി, ഇനി നിക്ഷേപം വളർച്ചാ കമ്മിറ്റി, സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി. അപ്പൊ നിയമന കമ്മിറ്റി, പാർപ്പിട കമ്മിറ്റി, സാമ്പത്തിക കാര്യ കമ്മിറ്റി, പാർലമെന്ററി കാര്യ കമ്മിറ്റി, രാഷ്ട്രീയ കാര്യ കമ്മിറ്റി, സുരക്ഷാ കമ്മിറ്റി, അതേപോലെ തന്നെ നിക്ഷേപം വളർച്ചാ കമ്മിറ്റി, പിന്നെ സ്കിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ലിവ്ലിഹുഡ് കമ്മിറ്റി. ഇതില് ഈ പാർപ്പിട കമ്മിറ്റി ഉണ്ട്. പാർപ്പിട കമ്മിറ്റി നമ്മളിവിടെ പരിചയപ്പെട്ടതിൽ ഈ പാർപ്പിട കമ്മിറ്റി. അതേപോലെ തന്നെ മറ്റൊരു കമ്മിറ്റിയാണ് പാർലമെന്ററി കാര്യ കമ്മിറ്റി. പാർലമെന്ററി കാര്യ കമ്മിറ്റി. അപ്പൊ ഈ 2 കമ്മിറ്റികൾ, ഒന്ന് പാർപ്പിട കമ്മിറ്റി, ഒന്നെന്താണ്? പാർപ്പിട കമ്മിറ്റി. രണ്ടാമത്തത് പാർലമെന്ററി കാര്യ കമ്മിറ്റി. രണ്ടാമത്തത് പാർലമെന്ററി കാര്യ കമ്മിറ്റി. പാർലമെന്ററി കാര്യ കമ്മിറ്റി. ഈ 2 കമ്മിറ്റികളിൽ ആരില്ല? പ്രധാനമന്ത്രി ഇല്ല. ഈ 2 കമ്മിറ്റിയിലും പ്രധാനമന്ത്രി ഇല്ല. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? പ്രധാനമന്ത്രി ഉണ്ട്. ഈ 2 കമ്മിറ്റിയിൽ ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതിലൊന്ന് നമ്മളിവിടെ പരിചയപ്പെട്ട ഒന്നാണ് ഏത്? ഈ പറയുന്ന പാർപ്പിട കമ്മിറ്റി. പാർപ്പിട കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ഇല്ല. അതേപോലെ പാർലമെന്ററി കാര്യ കമ്മിറ്റിയിലും പ്രധാനമന്ത്രി ഇല്ല. പാർലമെന്ററി കാര്യ കമ്മിറ്റിയിലും പ്രധാനമന്ത്രി ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ബാക്കി എല്ലാത്തിലും പ്രധാനമന്ത്രി ഉണ്ട്. ഇനി ഈ നോബൽ സമ്മാനം കിട്ടിയവരുടെ പേര് മാത്രം ഒന്ന് പഠിക്കാം. നമ്മൾ ഓൾറെഡി കുറെ വിശദീകരിച്ച് അത് പഠിപ്പിച്ചാണ്. ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് പഠിച്ചു പോവാണ്. നോബൽ സമ്മാനം ഓരോ ഫീൽഡിലും കിട്ടിയത് ആർക്കൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതിലാദ്യം നമ്മുടെ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം. ഫിസിക്സിൽ ആർക്കാണ് നോബൽ സമ്മാനം കിട്ടിയതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ജോൺ ജെ ഹോപ്ഫീൽഡ് ആണ്. ജോൺ ജെ ഹോപ്ഫീൽഡ്. ഹോപ്ഫീൽഡ് എന്ന പേര് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പേര് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ജിയോഫ്രീ ഇ ഹിൻഡൻ ആണ്. 2 പേർക്കാണ് ലഭിച്ചത്. അതിൽ ഒരു പേര് പഠിച്ചു ജോൺ ജെ ഹോപ്ഫീൽഡ്, മറ്റൊരു പേര് പഠിച്ചത് ജിയോഫ്രീ ഇ ഹിൻഡൻ ആണ്. ജിയോഫ്രീ ഇ ഹിൻഡൻ. ഇത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മളുടെ ഒരു പ്രതീക്ഷയുള്ള ഒരു ഫീൽഡാണ് ഏതെന്ന് പറയും? ഫിസിക്സ് എന്ന് പറയും. ഇപ്പോൾ ഒരാളുണ്ട്, ആ ഒരാൾക്ക് ഫിസിക്സ് ആണ് പ്രതീക്ഷയുള്ള ഒരു ഫീൽഡ്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ജിയോ എന്താണ് ഫ്രീ ആയിട്ട് സിം കൊടുത്തു. അപ്പൊ പ്രതീക്ഷ, ഹോപ്പ്. അപ്പൊ ഫിസിക്സ് എന്താണ്? ഹോപ്പ് ഫീൽഡാണ്. ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഹോപ്പ് ഫീൽഡാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ജിയോ എന്ത് ചെയ്തു? ഫ്രീ ആയിട്ട് സിം കൊടുത്തു. അപ്പൊ ജിയോ ഫ്രീ, ആ ഒരു രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഹോപ്പായിട്ടുള്ള ഫീൽഡാണ്. ഹോപ്പ്, പ്രതീക്ഷയുള്ളതാണ്. അതുപോലെ തന്നെ ജിയോ ഫ്രീ ആയിട്ട് എന്ത് കൊടുത്തു? സിം കൊടുത്തു. ഫിസിക്സ് ഹോപ്പ് ഫീൽഡ്, ജിയോ സിം ഫ്രീ ആയിട്ട് സിം കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം, ജോൺ ജെ ഹോപ്പ് ഫീൽഡ്, പിന്നെ ജിയോ ഫ്രീ ഇ ഹിൻഡൻ എന്ന പേരും ഓർത്തിരിക്കുക.
അപ്പോൾ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പേരുകളാണ്. പിന്നെ ഇവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്ക് ആണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ, മെഷീൻ ലേണിംഗ്, ഈ രണ്ട് ടേമുകളൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഈ രസതന്ത്രത്തിൽ ലഭിച്ചിരിക്കുന്ന 3 പേരുകളാണ്. അതിലൊന്ന് ഡേവിഡ് ബേക്കർ ആണ്. ഡേവിഡ് ബേക്കർ. രണ്ടാമത്തെ പേര് ഡെമ്മീസ് ഹസാബിസ് ആണ്. ഡേവിഡ് ബേക്കറും ഡെമ്മീസ് ഹസാബിസും. ഇനി മൂന്നാമത്തെ പേര് ജോൺ എം ജമ്പർ ആണ്. അപ്പൊ ഇവിടെ ഡേവിഡ് ബേക്കർ, ഡെമ്മീസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ഇതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ഒരു രസത്തിന് ഒരു ബേക്കറിയുടെ മുകളിൽ ഡമ്മിയും കൊണ്ട് കയറിയിട്ട് ജമ്പ് ചെയ്തു എന്ന് പഠിക്കുക. ഒരു രസതന്ത്രം ഡേവിഡ് ബേക്കർ മുകളിൽ ഡമ്മിയും കൊണ്ട് കയറി, അപ്പൊ ഡെമ്മീസ് ഹസാബിസ്, എന്നിട്ട് എന്ത് ചെയ്തു? ജമ്പ് ചെയ്തു, അപ്പൊ ജമ്പർ, ജോൺ എം ജമ്പർ. അപ്പൊ ഒരു രസത്തിന് ബേക്കറിയുടെ മുകളിൽ ഡേവിഡ് ബേക്കർ ഡമ്മി കൊണ്ട് പോയിട്ട് ഡെമ്മീസ് ഹസാബിസ് ജമ്പ് ചെയ്തു, ജോൺ എം ജമ്പർ. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് ഈ ഡേവിഡ് ബേക്കറിന് രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം കിട്ടുന്നത്. ഈ പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിലാണ് ഈ പറയുന്ന 2 പേർക്ക്, ഡെമ്മീസ് ഹസാബീസിനും അതുപോലെ ജോൺ എം ജമ്പറിനും പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ഈ പുരസ്കാരത്തിന്റെ പകുതി ആർക്ക് പോയിട്ടുണ്ട്? ഡേവിഡ് ബേക്കറിനാണ് കിട്ടിയത്. പകുതി തുക പരീക്ഷയ്ക്ക് വന്നാണ് പകുതി കിട്ടിയത് ബേക്കറിനാണ്. ബാക്കി പകുതി ഇവർ രണ്ടും കൂടെ എന്ത് ചെയ്തു? വീതിച്ചെടുത്തു. ഇതാണ് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ ഓർക്കേണ്ടത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന, പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിനാണ് മറ്റു 2 പേർക്ക് കിട്ടിയത്. അപ്പൊ ഇദ്ദേഹമാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രവചനമാണ്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ടേം ഒന്ന് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ഇനി വൈദ്യശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ വിക്ടർ ആംബ്രോസും ഇനി മറ്റൊരു പേരെന്ന് പറയുന്നത് ഗ്രേ റൗക്കിനുമാണ്. എന്താണ്? ഗ്യാരി റൗക്കിനുമാണെന്ന കാര്യം ഓർത്തിരിക്കാം. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിക്ടർ ആംബ്രോ റവ കഴിച്ചിട്ട് വൈദ്യനെ കാണാൻ പോയി. എന്തോ പ്രശ്നം വന്നപ്പോൾ വൈദ്യനെ കാണാൻ പോയി. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? വിക്ടർ ആംബ്രോ നമ്മൾ പറയില്ലേ, വിക്ടർ ബ്രോ എന്നൊക്കെ പറയില്ലേ. അപ്പൊ വിക്ടർ ആംബ്രോസ് റൗക്കിൻ റവ കഴിച്ചിട്ട് വൈദ്യനെ കാണാൻ പോയി. വിക്ടർ ആംബ്രോസ് ഗാരി റൗക്കിൻ റവ കഴിച്ചിട്ട് വൈദ്യനെ കാണാൻ പോയി. അപ്പൊ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിക്ടർ ആംബ്രോസും ഗാരി റൗക്കിനും ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്ക് കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. അപ്പോൾ മൈക്രോ RNA അതുപോലെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണം, ഈ 2 ടേമുകളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്ക് കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം സൈമൺ HR ജോൺസൺ, ഒരു പേര് നമ്മൾ പഠിക്കുന്നു, സൈമൺ HR ജോൺസൺ. അടുത്തൊരു പേര് സൈമൺ HR ജോൺസൺ, ജെയിംസ് A റോബിൻസൺ, ഇനി അടുത്തൊരു പേര് ഡാരൻ എയ്സ് മഗ്ലു എന്നൊരു പേരാണ്. എന്ന പേര്. ഈ 3 പേർക്കുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 2025 കിട്ടിയത്. അതായത് 2024 പ്രഖ്യാപിച്ചപ്പോൾ കിട്ടിയത്. 24 ആട്ടോ, 25 വന്നിട്ടില്ല. 24 കിട്ടിയിരിക്കുന്നത്. ഏതില്? സാമ്പത്തിക ശാസ്ത്രത്തില്. ആർക്കൊക്കെയാണ്? സൈമൺ HR ജോൺസൺ, ജെയിംസ് A റോബിൻസൺ, ഡാരൻ എയ്സ് മഗ്ലു. സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പൊ ഇവിടെ
സാമ്പത്തിക ശാസ്ത്രമാണ്. പിന്നെ ഇവിടെ എന്താണ്, സൈമൺ HR ജോൺസൺ, ജെയിംസ് A റോബിൻസൺ, ഡാരൻ എയ്സ് മൊഗ്ലു. ഈ 3 പേർക്കാണ് കിട്ടിയത്. അപ്പൊ സണ്ണും ഉണ്ട്, മൊഗ്ലു എന്നത് മോളൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ സാമ്പത്തിക ശാസ്ത്രത്തില് സമ്പത്ത്, സണ്ണ്, 2 സണ്ണുണ്ട്, ജോൺസണും ഉണ്ട്, റോബിൻസണും ഉണ്ട്, പിന്നെ എയ്സ് മൊഗ്ലു ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സണ്ണും മകളും ഒക്കെ ഉണ്ട് ഇതിലെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ സൈമൺ HR ജോൺസൺ, ജെയിംസ് A റോബിൻസൺ, ഡാരൻ എയ്സ് മൊഗ്ലു, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം കിട്ടിയ അറിയിക്കുക സൈമൺ HR ജോൺസൺ, ജെയിംസ് A റോബിൻസൺ, ദെൻ ഡാരൻ എയ്സ് മൊഗ്ലു. ഡാരൻ എയ്സ് മൊഗ്ലു എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ സൈമൺ HR ജോൺസൺ, പിന്നെ ജെയിംസ് A റോബിൻസൺ, ഡാരൻ എയ്സ് മൊഗ്ലു. ഡാരൻ എയ്സ് മൊഗ്ലു. ഇനി സാഹിത്യത്തിൽ ആർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത് എന്ന് നമുക്കറിയണം. അവിടെ ഹാൻ കാങ് ആണ്. ഹാൻ കാങ്, നമുക്കറിയാം ഹാൻ കാങ്, നമ്മൾ ഹാൻഡ് കൊണ്ടാണ് സാഹിത്യമൊക്കെ എഴുതുന്നത് അല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഓർക്കാം. സൗത്ത് കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻ കാങ്ങിനാണ്. രാജ്യം ഏതാന്ന് ഓർത്തിരിക്കും ചോദിക്കും. സൗത്ത് കൊറിയ എഴുത്തുകാരിയാണ് ഹാൻ കാങ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഹാൻ കാങ് എന്നാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. സൗത്ത് കൊറിയയുടെ എഴുത്തുകാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവർക്ക് ഈ പുരസ്കാരം കിട്ടിയപ്പോൾ ഈ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്ന ഫസ്റ്റ് ഏഷ്യൻ വനിതയാണ് ഇവര്. ഏഷ്യൻ വനിത, ഫസ്റ്റ് ഏഷ്യൻ വനിത, സാഹിത്യത്തിൽ നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഫസ്റ്റ് ഏഷ്യൻ വനിതയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഈ പറയുന്ന ഹാൻ കാങ് എന്ന് പറയുന്നത്. സാഹിത്യത്തിൽ നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻ കാങ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദ വെജിറ്റേറിയൻ. എന്താണ് കൃതിയുടെ പേര്? ദി വെജിറ്റേറിയൻ. ദി വെജിറ്റേറിയൻ. ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതിക്ക് 2016 വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതിനെന്ത് കിട്ടിയിട്ടുണ്ട്? മാൻ ബുക്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ഈ ഒരു കൃതിക്ക്. ആരുടെ കൃതിയാണ്? ഹാൻ കാങ്ങിന്റെ കൃതിയാണ്. ഹാൻ കാങ്ങിന്റെ കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹാൻ കാങ്ങിന്റെ കൃതിയാണ്. ഇനി ഇവരുടെ ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു രചനയുണ്ട്, ദി വൈറ്റ് ബുക്ക്. അതിന്റെ പേരാണ് ദി വൈറ്റ് ബുക്ക് എന്നത്. ഇതൊരു ആത്മകഥാപരമായിട്ടുള്ള ഹാൻ കാങ്ങിന്റെ രചനയാണ് ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത്. ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെജിറ്റേറിയൻ ഓർത്തിരിക്കണം. മാൻ ബുക്കർ പുരസ്കാരം കിട്ടിയ കൃതിയാണ് 2016. ഇനി സമാധാനത്തിനുള്ള നോബൽ. സമാധാനത്തിനുള്ള നോബൽ കിട്ടിയിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് നിഹോൺ ഹിൻഡാങ്ക്യോ എന്ന ജപ്പാനിലെ സംഘടനയ്ക്കാണ്. അപ്പൊ സംഘടനയുടെ പേര് ഓർക്കുക, നിഹോൺ ഹിൻഡാങ്ക്യോ. നിഹോൺ ഹിൻഡാങ്ക്യോ. അപ്പൊ ആ ഒരു സംഘടനയ്ക്കാണ് ഈ ഒരു വർഷത്തില് 2024 നോബൽ സമ്മാനം സമാധാനത്തിന് കിട്ടിയത്. ഇത് ജപ്പാനിലെ സംഘടനയാണ്. ഇത് ജപ്പാനിലെ സംഘടനയാണ്. ജപ്പാനിലെ സംഘടനയാണ്. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനാണ് ഇവർക്ക് ഈ ഒരു നോബൽ സമ്മാനം കിട്ടുന്നത്. ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിലായി അണുബോംബ് വർഷിച്ചപ്പോൾ അതിൽ അതിജീവിച്ചവരുടെയും ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഹിബാകുഷ എന്ന് പറയുന്നത്. ഈ ഹിബാകുഷ എന്ന് പറയുന്നത്. അപ്പോൾ നിഹോൺ ഹിൻഡാങ്കോ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സംഘടനയ്ക്കാണ് എന്ത് കിട്ടിയത്? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത്. 1956 1956 ഓഗസ്റ്റ് 10 ഇത് രൂപീകരിച്ചത്. ഈ നിഹോൺ ഹിൻഡാങ്ക്യോ എന്ന് പറയുന്ന ഈ ഒരു സംഘടന രൂപീകരിച്ച നിഹോൺ ഹിൻഡാങ്ക്യോ സംഘടന 1956 ഓഗസ്റ്റ് 10 രൂപീകരിച്ചു. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളുടെ തെളിയിച്ചതിനാണ് ഇവർക്ക് ഈ ഒരു നോബൽ സമ്മാനം കിട്ടുന്നത്. ഈ നിഹോൺ ഹിൻഡാങ്ക്യോയുടെ ലോഹമാണ് കടലാസ് കൊക്ക്. സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ജപ്പാൻകാർ കരുതുന്നതാണ് കടലാസ് കൊക്ക്. അപ്പൊ നമ്മൾ ഇവിടെ ഈ പരിചയപ്പെട്ട എല്ലാ നോബലും
നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ 2024 എല്ലാ നോബലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അത് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, 17th ആണ്. ഇത് ശരിക്കും ഈ 2022 ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. ഇവിടെ നാഷണൽ ഫിലിം അവാർഡ് 70ാമത്തത്. അതിൽ മികച്ച നടൻ ആരാന്നറിയണം. അതേപോലെ തന്നെ മികച്ച നടി ആരാന്ന് നമുക്കറിയണം. അതേപോലെ തന്നെ മികച്ച സംവിധായകൻ അറിഞ്ഞിരിക്കണം. മികച്ച സംവിധായകൻ. അപ്പോൾ ഇവിടെ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. മികച്ച നടി 2 പേരുണ്ട്. ഒന്ന് നിത്യ മേനോനാണ്. ഒന്നാമത്തത് നിത്യ മേനോൻ. രണ്ടാമത്തെ നടിയുടെ പേര് മാനസി പരേഖ്. ഇനി മികച്ച സംവിധായകൻ ആരെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ. ഊഞ്ചായി എന്ന സിനിമ സംവിധാനം ചെയ്ത സൂരജ് ആർ ബർജാത്യ. അപ്പൊ ഇതാണെന്ത് മികച്ച സംവിധായകൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മികച്ച സിനിമ ഏതെന്ന് ചോദിക്കും. മികച്ച സിനിമ ഏതാ? അവിടെ ഓർത്തിരിക്കണം, 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് മികച്ച ജനപ്രിയ ചിത്രം. മികച്ച സിനിമയിലെ ജനപ്രിയ ചിത്രം എന്ന് തിരിക്കണം. അപ്പൊ മികച്ച ജനപ്രിയ ചിത്രം. ഇനി അടുത്തത് മികച്ച ജനപ്രിയ ചിത്രവും മികച്ച ഫീച്ചർ ഫിലിമും. മികച്ച ജനപ്രിയ ചിത്രം ചോദിച്ചാല് അത് കാന്താര. ഇനി മികച്ച ഫീച്ചർ ഫിലിം ചോദിച്ചാലോ അത് ആട്ടമാണ് മികച്ച ഫീച്ചർ ഫിലിം എന്ന കാര്യം ഓർത്തിരിക്കുക. മികച്ച ഫീച്ചർ ഫിലിം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം 70ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. മികച്ച നടൻ ഋഷഭ് ഷെട്ടി, മികച്ച നടി നിത്യ മേനോൻ മാനസി പരേഖ്, മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ, മികച്ച സിനിമ ഒന്ന് ജനപ്രിയ ചിത്രമായിട്ട് കാന്താരയാണ്, ഫീച്ചർ ഫിലിമായിട്ട് ആട്ടമാണ് തെരഞ്ഞെടുത്തത്. മികച്ച നടൻ ഋഷഭ് ഷെട്ടി, മികച്ച നടി നിത്യ മേനോനും മാനസി പരേഖും, മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ, മികച്ച സിനിമ ചോദിച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സിനിമ ആട്ടമാണ്. ഇനി ജനപ്രിയ ചിത്രത്തില് കാന്താരയാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇനി 54ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അതിൽ മികച്ച നടൻ പൃഥ്വിരാജ്, മികച്ച നടി ഉർവശി ബീന ആർ ചന്ദ്രൻ, മികച്ച സിനിമ കാതൽ ദിക്കോർ, മികച്ച സംവിധായകൻ ബ്ലസി. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ മികച്ച നടൻ ആരാന്ന് വെച്ചാൽ പൃഥ്വിരാജ്, മികച്ച നടി ആരാന്ന് വെച്ചാൽ ഉർവശി ബീന ആർ ചന്ദ്രനും, സിനിമ കാതൽ ദിക്കോർ, സംവിധായകൻ ബ്ലസി. ഈ കാര്യങ്ങളാണ് നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത JC ഡാനിയൽ അവാർഡ്. JC ഡാനിയേൽ അവാർഡ് ആർക്ക് കിട്ടി? ഉത്തരമായിട്ട് വരണ്ടേ 2023 31ാമത് JC ഡാനിയൽ പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിച്ചു. അത് ഷാജി എൻ കരുൺ. ആർക്കാണ്? ഷാജി എൻ കരുൺ. 2023 31ാമത് JC ഡാനിയൽ പുരസ്കാരം കിട്ടിയത് ഷാജി എൻ കരുണാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഷാജി എൻ കരുണാണ് പുരസ്കാരം കിട്ടിയത്. ഇനി കേരള പുരസ്കാരങ്ങൾ ഓർക്കണം. കേരള പുരസ്കാരങ്ങളിൽ എന്തൊക്കെയാ വരിക? ഒന്ന് കേരളശ്രീ വരും അല്ലെ, കേരളശ്രീ. അപ്പൊ ഒന്ന് കേരളശ്രീ. പിന്നെ വരുന്നത് കേരളപ്രഭ വരുന്നുണ്ട്. പിന്നെ വരുന്നത് കേരള ജ്യോതി. ഇതാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയത് MK സാനുവിനാണ് കിട്ടിയത്. ഇനി കേരള പ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ 2 പേർക്കുണ്ട്. S സോമനാഥും ഉണ്ട്,
എസ് സോമനാഥും ഉണ്ട്, പിന്നെ ഭുവനേശ്വരി ഉണ്ട്. എസ് സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വ്യക്തി, നമുക്കറിയാം, മുൻ ISROയുടെ ചെയർമാനാണ്. പിന്നെ ഭുവനേശ്വരി കൃഷി ആണ് അവരുടെ മേഖല, ഭുവനേശ്വരി. ഇനി കേരള ശ്രീ പുരസ്കാരം 6 പേർക്ക് കിട്ടി. കേരള ശ്രീ പുരസ്കാരം അതിലൊന്ന് കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോൻ. കലാമണ്ഡലം വിമല മേനോൻ. ഇനി അടുത്തത് ഡോക്ടർ TK ജയകുമാർ. ഡോക്ടർ TK ജയകുമാർ. ഇനി അടുത്തത് ഡോക്ടർ TK ജയകുമാർ. പിന്നെ അടുത്ത പേരാണ് നാരായണ ഭട്ടത്തിരി. നാരായണ ഭട്ടത്തിരി. നാരായണ ഭട്ടത്തിരി. നാരായണ ഭട്ടത്തിരി. പിന്നെ വരുന്നത് സഞ്ജു സാംസൺ. ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് 4ാമത്തെ പേര് വരുന്നത്. അപ്പോൾ വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, പിന്നെ നാരായണ ഭട്ടത്തിരി, പിന്നെ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ. പിന്നെ ഷൈജ ബേബി. ഷൈജ ബേബി സാമൂഹ്യ സേവനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഷൈജ ബേബി. ഷൈജ ബേബി. അടുത്തൊരു പേര് VK മാത്യൂസ്. VK മാത്യൂസ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് എന്ത് കിട്ടി? കേരളശ്രീ കിട്ടി. വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. കേരള പ്രഭ S സോമനാഥ്, ഭുവനേശ്വരി. കേരള ജ്യോതി MK സാനു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കേരള ജ്യോതി കിട്ടിയത് ആർക്കാ? കേരള ജ്യോതി കിട്ടിയത് MK സാനുവിനാണ്. കേരള ജ്യോതി MK സാനു. കേരള പ്രഭ വരുന്നത് S സോമനാഥും ഭുവനേശ്വരി. കേരള ശ്രീയ വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടത്തിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, പിന്നെ VK മാത്യൂസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കേരള പുരസ്കാരം 2024 ആർക്കൊക്കെയാണ്? കലാമണ്ഡലം വിമല മേനോൻ, അടുത്തത് ഡോക്ടർ TK ജയകുമാർ, അടുത്തത് നാരായണ ഭട്ടതിരി, അടുത്തത് സഞ്ജു സാംസൺ, പിന്നെ ഷൈജ ബേബി, അടുത്ത പേര് VK മാത്യൂസ് എന്നാണ്. ഇനി കേരള പ്രഭ S സോമനാഥും ഭുവനേശ്വരിയും. കേരള ജ്യോതി MK സാനു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.